ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്നാസ് കിച്ചൺ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് അവിയലാണ്. അപ്പോൾ അവിയൽ മുൻപ് ഉണ്ടാക്കി ഞാൻ റെസിപ്പീസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. സദ്യയൊക്കെ ഉണ്ടാക്കുന്ന അവിയലും പലതരത്തിലുള്ള അവിയൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മൾ കുക്കറിൽ ഉണ്ടാക്കുന്ന അവിയലാണ്. അപ്പോൾ എനിക്ക് അവിയൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ പല വിധത്തിൽ അത് ട്രൈ ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി അവിയലാണിത്. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. പിന്നെ നിങ്ങൾക്ക് വെജിറ്റബിൾസൊക്കെ വേണമെങ്കിൽ നേരത്തെ തന്നെ കട്ട് ചെയ്ത് നിങ്ങൾക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഫ്രഷ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് ബീൻസ് എടുത്തിട്ടുണ്ട്, ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കുറച്ച് പച്ചക്കായ എല്ലാം ഞാൻ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്യുന്നതൊക്കെ കാണിച്ച് ഒരുപാട് സമയം വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ചത്. ഇനി ഞാൻ കുറച്ച് മുരിങ്ങയൊക്കെ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ചേനയും, ഇത് രണ്ടും നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ കുക്കറിലിട്ട് ഒറ്റ വിസിൽ വരുത്തുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഞാനിവിടെ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, അതോടൊപ്പം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ജീരകം, 2-3 ചെറിയ ഉള്ളി, 2 പച്ചമുളക് ഇത്രയും എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ഒതുക്കി മാറ്റി വെക്കണം. ഒരുപാട് അരഞ്ഞൊന്നും പോകരുത്. അപ്പം നമുക്കിതിലേക്ക് 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ എല്ലാ പച്ചക്കറികളും ഒരു 100 ഗ്രാം 150ൻ്റെ അടുത്ത് അളവിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ 1/2 കപ്പ് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ തൈര് ചേർക്കുമ്പോൾ പച്ചക്കറികൾ പെട്ടെന്ന് ഉടഞ്ഞു പോകില്ല. അപ്പോൾ അതൊരു ടിപ്സാണ്. അപ്പോൾ നിങ്ങളിനി ചെയ്യുമ്പോഴും അതുപോലെ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ കുക്കറിലൊക്കെ വെക്കുമ്പോൾ തൈര് നേരത്തെ തന്നെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ പച്ചക്കറിയൊക്കെ നമുക്ക് അതുപോലെ തന്നെ കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് നേരത്തെ ഒതുക്കി വെച്ച് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പാകത്തിലാക്കി എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. ഒരുപാട് അരഞ്ഞു പോവാതെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത പോലെ എടുത്താൽ മതി. അപ്പോൾ അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഇതിൽ ഉപ്പ് കറക്റ്റാണോ ഒന്നും കൂടെ നോക്കാം കേട്ടോ. കാരണം നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കരുത്, ഒരു 1/2 കപ്പ് അളവിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് ജസ്റ്റ് കുക്കായി വരാനാണ്. അപ്പോൾ ഒരുപാട് വെള്ളം ഇതിൽ വരാൻ പാടില്ല. നമ്മൾ തൈരും കൂടെ ചേർത്ത് കൊടുത്താണ്. അപ്പോൾ ഞാനിതൊന്ന് അടച്ചു വെച്ച് ഒറ്റ വിസിൽ വരുന്നത് വരെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് കുക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അവിയലൊക്കെ വിസിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലധികം വെള്ളമൊന്നുമില്ല. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉടഞ്ഞു പോവാതെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ വെജിറ്റബിൾസൊക്കെ അതേപോലെ നമ്മൾ എങ്ങനെയാണോ ഇട്ടത് അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട്. ഇത് നമുക്ക് മിക്സ് ചെയ്യുന്ന മുൻപ് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഞാനിപ്പോഴും തീ കത്തിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് കത്തിച്ചിട്ടുണ്ട്. അതിൽ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഡ്രൈ ആയി പോട്ടെ. എല്ലാം കഴിഞ്ഞ ശേഷം നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിലേക്ക് ഒരു പിടി കറിവേപ്പിലയും കൂടെ ഞാനൊന്ന് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കണ്ട വെജിറ്റബിൾസൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഒന്നും ഉടഞ്ഞു പോയിട്ടില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വെളുത്തുള്ളി ഇഷ്ടമാണെങ്കിൽ ഈ സമയത്ത് വെളുത്തുള്ളിയും കൂടെ ഒരെണ്ണം കുത്തി ചേർത്ത് കൊടുക്കുക കേട്ടോ. ചതച്ച ശേഷം ചേർത്ത് കൊടുത്താൽ മതി. പക്ഷെ ഞാൻ ചേർക്കുന്നില്ല. അപ്പോൾ നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അവിയലല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ജസ്നാസ് കിച്ചൺ.